മുതലാളി 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 എന്താടാ മുതലാളിയോടെ എന്താ മുതലാളി ബോംബ് പൊട്ടി മുതലാളി നമ്മുടെ പാറയപ്പറമ്പിൽ ബോംബ് പൊട്ടി മുതലാളി ബോംബോ അതെ മുതലാളി താൻ അവിടെ ഒന്ന് കുഴിക്കണോ? കുഴിക്കണോ? എങ്ങളാലെ മുടിയാതുങ്ക. വേണ്ട സർ, റിസ്ക് ആണ്. കണ്ടില്ലേ, പട്ടി വരെ പേടിച്ച് മാറി നിൽക്ക. പൊട്ടാത്ത ബോംബ് വല്ലതും ഉണ്ടെങ്കിൽ. അമ്മമ്മട്ടിങ്ങടുത്ത് സർ, ഡേഞ്ചർ ആണ് സർ. സർ വേണ്ട സർ. എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നിന്നേ. കമാൺ സർ. സർ സൂക്ഷിച്ചു വേണേ. സോറി സർ. പൗലോസ്, അവിടെ മുഴുവൻ കുഴിച്ചു നോക്കണം. സാർ സുധാര നോക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ഇയാൾ ഈ സ്ഥലത്തിന്റെ മുതലാളിയാണ് സർ, ഹുസൈൻ സാഹിബ്. മലബാർ സ്റ്റീൽ കോംപ്ലക്സ്, പ്ലൈവുഡ്സ്, ഫർണിച്ചർ. മൂപ്പർക്കില്ലാത്ത ബിസിനസ് ഇല്ല. അറിയാം. വേഗം നോക്ക. പതുക്കെ. ആ പെട്ടിയും നിങ്ങളുടേതാണോ ഈ ഭൂമി? ഭൂമി എന്റെ ആണെങ്കിൽ ഇവിടെ കയ്യേറി കുടിൽ വെച്ചിട്ട് താമസിക്കുന്നത് ഭാസ്കരനാ. അണലി ഭാസ്കരൻ. ഓന്റെ ചാരായം വാറ്റും കള്ളക്കച്ചവടവും തെമ്മാടത്തിലൊക്കെ നടക്കുന്നത് ഇതിനകത്ത് വെച്ചാണ്. അനുഭവമില്ലാത്ത ഭൂമി. ഭാസ്കരനാണ് ഈ മഹാപോക്കിരിയും. അതുകൊണ്ട് നമ്മൾ എതിർക്കാൻ പോയില്ല. പക്ഷേങ്കിൽ ഈ കോളേജിന്റെ ആവശ്യം വന്നപ്പോ ഏറെ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഓനെ നമ്മൾ ഒഴിപ്പിച്ച്. അതും എന്റെ സ്വന്തം സ്ഥലം കയ്യേറാൻ ഇറക്കിവിടാൻ 50,000 രൂപ ചെലവാക്കേണ്ടിയും വന്നു. അത് കഴിഞ്ഞിട്ടിപ്പോ 1 മാസമായുള്ളൂ. അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പെട്ടിയോടെ എടുത്തു. ഇത്രയും വലിയൊരു റൗഡിയെ നിങ്ങൾ സ്വന്തം സ്ഥലത്ത് താമസിപ്പിച്ചത് ഒരു സഹായിയായിട്ടല്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? സാർ, സാറ് സംശയിക്കുന്ന തരത്തിൽ ഞാനാണ് ആ ബോംബ് കുഴിച്ചിട്ടതെങ്കിൽ ഞാൻ തന്നെ വാടകയ്ക്കെടുത്ത JCBകൾ അതിന്റെ മുകളിൽ വെച്ച് പൊട്ടിക്കോ? സത്യമായിട്ട് ഇതല്ലാതെ അണലി ഭാസ്കരനായിട്ട് ഒരു ഇടപാട് എനിക്കില്ല. സർ, നിറച്ചും വെപ്പൺസ് ആണ്. റബ്ബിൽ ആലമീനായ തമ്പുരാനെ. അണലി ഭാസ്കരൻ.
ഭാസ്കരനല്ലേ അവിടെ? ഉണ്ടല്ലോ. ഇറങ്ങി വരാൻ പറ. എന്തിനാ? എന്താ കാര്യം? ഭാസ്കര ഒന്ന് സ്റ്റേഷൻ വരെ വരണമല്ലോ. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അങ്ങനെ നിങ്ങൾ വിളിക്കുന്നിടത്തെല്ലാം വരാൻ അണലിയെ കിട്ടില്ല. എന്നെ കാണേണ്ടവൻ ഇങ്ങോട്ട് വരണം. അല്ലാതെ നീ വരില്ല. ഇല്ല. എന്നാലേ നിന്നെയും കൊണ്ടേ ഞങ്ങൾ പോവൂ. എന്നാ കൊണ്ടുപോടാ. ചോദിച്ചു നോക്കി. ഡോക്ടർ, ഒരു സംശയം. ഈ അവസ്ഥയിൽ ഇയാൾക്ക് കള്ളുടിക്കാം? കള്ളുകുടിക്കാൻ കള്ളല്ല, ബ്രാൻഡി വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഫുള്ള് വേണ്ട, പൈന്റ് മതി. നോൺസെൻസ്. എന്ത് നോൺസെൻസ്? ഡോക്ടർമാർക്ക് കുടിക്കാം, പേഷ്യൻസ് കുടിക്കുന്നില്ല. കുഴപ്പം എന്റെ ദാക്ഷായണി, എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. വേദന മാറ്റാനുള്ള മരുന്നാണ് ഞാൻ ചോദിച്ചത്. മതി, വെറുതെ മോങ്ങണ്ട. ഇവിടുത്തെ ചീഫ് ഫിസിഷ്യനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരു പോറലേ ഏറ്റിട്ടുള്ളൂ, വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആവാന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞു ആ ദുഷ്ടൻ. അത് വിശ്വസിക്കരുതേ ദാക്ഷായണി. എന്റെ ആമാശയം മുഴുവൻ ഡാമേജ് ആയി കിടക്കുക. എൻസൈംസും സ്കാനിങ്ങും ഒക്കെ എടുത്ത് ഈ ഹോൾ ബോഡി ഒന്ന് ചെക്ക് ചെയ്ത്. വേണ്ട, പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്തേക്കാം. പിന്നെ പൈൻ്റ് ആക്കണ്ട, ഫുൾ ബോട്ടിൽ തന്നെ അയക്കും. ബ്രാൻഡിയോ വിസ്കിയോ പോയിസണോ. പിന്നെ ഭർത്താവ് കുത്തേറ്റ് ആശുപത്രി കിടക്കുമ്പോ ഭാര്യ വന്ന് കണ്ടില്ലെന്ന പരാതി വേണ്ടാന്ന് വെച്ച് വന്നതാ. എനിക്ക് ഡ്യൂട്ടി കൊണ്ട് പോകണം. വാസുകൊണ്ട് വരുന്നില്ലേ പത്രാവ്.